നമസ്കാരം, ഞാൻ താഹിറ, ഫസ്റ്റ് സെം DLED അധ്യാപക വിദ്യാർത്ഥി. ഇന്ന് ഫെബ്രുവരി 6 സ്ത്രീകളുടെ ജനനേന്ദ്രിയ വൈകല്യത്തിനായുള്ള സീറോ ടോളറൻസ് അന്താരാഷ്ട്ര ദിനം. സ്ത്രീകളുടെ ജനനേന്ദ്രിയ വൈകല്യം ഇല്ലാതാക്കാനുള്ള UN ശ്രമങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി 6 നടക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ ആഭിമുഖ്യത്തിലുള്ള വാർഷിക ബോധവൽക്കരണ ദിനമാണ് പെൺ ജനനേന്ദ്രിയ വൈകല്യത്തിനുള്ള സീറോ ടോളറൻസ് ദിനം. 2003 ഇത് ആദ്യമായി അവതരിപ്പിച്ചത്. ഈ ദിനത്തെ പിന്തുണയ്ക്കുന്ന വിശ്വാസങ്ങളിലൊന്ന് സംസ്കാരം സ്ഥിരമായ ഒഴുക്കിലാണ് എന്ന് അംഗീകരിക്കുന്നു. കൂടാതെ FGM വളരെ ഉയർന്ന അപകട സാധ്യതയുള്ളതിനാൽ അത്തരം സമ്പ്രദായങ്ങൾ നിർത്തലാക്കുന്നത് ഉടനടി ആയിരിക്കണം. ഇത് സ്ത്രീകളുടെയും അവരുടെ ശരീരത്തിൻ്റെയും അവകാശങ്ങൾക്കും അവരുടെ ശാരീരിക ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇത് പിന്നീടുള്ള ജീവിതത്തിൽ വളരെയധികം ബാധിക്കാം. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതിനാണ് ഈ ശ്രമങ്ങൾ. ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും 29 രാജ്യങ്ങൾ പ്രാഥമികമായി കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിലും FGM ഒരു സാർവത്രിക പ്രശ്നമാണ്. കൂടാതെ ഏഷ്യയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ചില രാജ്യങ്ങളിലും ഇത് പ്രയോഗിക്കുന്നു. FGM ഇപ്പോഴും നിലനിൽക്കുന്നു. പടിഞ്ഞാറൻ യൂറോപ്പ്, വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കുടിയേറ്റ ജനത യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം 1990-ലെ മുൻ റിപ്പോർട്ടുകളെ അപേക്ഷിച്ച് എത്ര സ്ത്രീകളെയും പെൺകുട്ടികളെയും FGM ബാധിക്കുന്നു എന്നതിൻ്റെ സമീപകാല റിപ്പോർട്ടുകൾ 120 മുതൽ 140 ദശലക്ഷം സ്ത്രീകൾ വർഷങ്ങളായി FGMന് വിധേയരായിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം ഓരോ വർഷവും കുറഞ്ഞത് 3 ദശലക്ഷം പെൺകുട്ടികൾ അപകടത്തിലാണ്. FGMനെ കുറിച്ച് ലോകത്തെ ബോധവാന്മാരാക്കാനും അതിൻ്റെ ഉന്മൂലനം പ്രോത്സാഹിപ്പിക്കാനുമുള്ള ശ്രമമാണിത്. നന്ദി. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ മുടങ്ങാതെ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്